ഈ അടുത്ത കാലത്ത് രണ്ട് മേഖലകളിൽ വളർന്നു വന്ന രണ്ട് ചെറുപ്പക്കാരാണ് റാപ്പർ വേടനും രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയക്കാരൻ. രണ്ടുപേരെയും ജാതി വെറിയന്മാരും രാഷ്ട്രീയ വെറിയന്മാരും ഒക്കെ ചേർന്ന് രണ്ടുപേരെയും മൂലയ്ക്കൊതുക്കി. രണ്ടുപേരെയും കുടുക്കിയത് പെൺവിഷയങ്ങൾ തന്നെയാണ്. അത് ഇന്നും ഇന്നലെയും ഒന്നും നടന്ന കാര്യങ്ങളല്ല. മുൻപൊക്കെ ഇവരെ ആരുമല്ലാതിരുന്ന കാലഘട്ടത്തിൽ ചെയ്തു പോയ കാര്യങ്ങളാണ്. ഇപ്പോഴവർ ഓരോ പൊസിഷനിലൊക്കെ എത്തിയപ്പോൾ അവരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും അവരെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. അതിൽ റാപ്പർ വേടൻ അദ്ദേഹം പല കേസുകളേക്ക് നേരിട്ടെങ്കിലും അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചു. അദ്ദേഹം ഇപ്പോഴിതാ ശക്തമായ രീതിയിൽ തന്നെ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് മുന്നിലേക്ക് വരികയാണ്. കോന്നിയിൽ സെപ്റ്റംബർ 8-ാം തീയതി അദ്ദേഹം ശക്തമായ രീതിയിൽ ഒരു പ്രോഗ്രാമോടുകൂടി തിരിച്ചു വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരാധകരൊക്കെ വളരെ ആഹ്ലാദത്തിലാണ്. അതിനെക്കുറിച്ചുള്ള പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അദ്ദേഹം എന്തായാലും അവിടെ പ്രോഗ്രാം നടത്തും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം MLA-യും അദ്ദേഹം അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ വന്നു കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നേതാക്കൾക്ക് വേണ്ടി ചീത്തവിളി കേൾക്കുകയും വായിട്ടലയ്ക്കുകയൊക്കെ ചെയ്താണ് അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടിയത്. അദ്ദേഹം അതിൽ വിജയിച്ചു കയറുകയും വൻപിച്ച വിജയത്തോടുകൂടി അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. എന്നാൽ കുറെ സ്ത്രീകളെ കുറെ പെൺകുട്ടികളെയൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് പ്രശ്നങ്ങളുണ്ടാക്കി അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. എങ്കിലും അദ്ദേഹം MLA സ്ഥാനം കളയാതെ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ ശക്തമായ രീതിയിൽ തിരിച്ചു വരാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഷാഫി പറമ്പിനെ പോലുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സഹായിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ. അദ്ദേഹത്തെ ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലമായ പാലക്കാടിലേക്ക് ആരെങ്കിലും കൊണ്ടുപോകാനുള്ള ശക്തി അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹവും അവിടെ തിരിച്ചു വരും. റാപ്പർ വേടനെയാണെങ്കിൽ ജാതി വെറിയന്മാരാണ് കൂടുതൽ അദ്ദേഹത്തിന് ഒതുക്കാൻ ശ്രമിച്ചത്. കേരളത്തിലെ ജാതി വെറിയന്മാർക്ക് റാപ്പർ എന്ന വേടനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വരികളും വാക്കുകളും ഒക്കെ അത്ര ശക്തമായിരുന്നു. ജാതി വെറിയുള്ള ഒരുത്തനും അദ്ദേഹത്തിന്റെ വാക്കുകൾ അംഗീകരിക്കാൻ കഴിഞ്ഞതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സമുദായത്തെ ഉണർത്തുപാട്ടിലൂടെ വളരെയേറെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. കീഴ്ജാതിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ദളിതർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരു ഘട്ടമാണ് ഇന്ന് നിലവിലുള്ളത്. ദളിതരുടെ പ്രശ്നങ്ങൾ പറയുവാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഈ റാപ്പർ വേടൻ അദ്ദേഹത്തിന്റെ വരികളിലൂടെ ദളിതരെ ഉണർത്താനുള്ള ഒരു ശ്രമം നടത്തിയത്. ആ ശ്രമം വളരെയേറെ വിജയിക്കുകയും കേരളം വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോവുകയും ഒരുപാട് ആൾക്കാർ പിന്നോക്കക്കാരായ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ പുറകെ പോവുകയും ചെയ്തു. അതൊന്നും ജാതി വെറിയന്മാർക്ക് അത്ര സുഖിച്ചിരുന്നില്ല. നമുക്കറിയാമല്ലോ, അതുപോ അദ്ദേഹത്തെ പറ്റി നമ്മുടെ ശശികല ടീച്ചറും മധുവും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനെ ഏതെങ്കിലും രീതിയിൽ കുടുക്കി നശിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം. എന്തായാലും അവരുടെ ലക്ഷ്യങ്ങൾ പോലെ തന്നെ അവനെ ഒതുക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും വേടൻ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. വേടനെ ഇനി ഒരു ഒതുക്കൽ സാധ്യമല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. വേടൻ എന്തായാലും പൂർവാധികം ശക്തിയോടുകൂടി ഈ ഓണത്തിന് അദ്ദേഹത്തിന് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരാധകർ വളരെയേറെ ആഗ്രഹത്തിലാണ്. അദ്ദേഹം നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകൾ അദ്ദേഹത്തിന്റെ ശക്തമായ വരികൾ തന്നെയായിരിക്കും ഇനിയും അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനും അദ്ദേഹവും കൈവിട്ട അവസ്ഥയിലാണ്. അദ്ദേഹവും എങ്ങനെയാണ് തിരിച്ചു വരേണ്ടത് എന്നറിയാത്തൊരവസ്ഥയിലാണ്. ആരെങ്കിലും നല്ല രീതിയിലുള്ള പിന്തുണ കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്നത്തെ രാഷ്ട്രീയം അറിയാമല്ലോ. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിനെ കുടുക്കി ആ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഒരു ലക്ഷ്യമാണ്. പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിന് മാത്രമല്ല, BJPക്കും ഇടതുപക്ഷത്തിനും നല്ല രീതിയിൽ അണികളുള്ള ഒരു മണ്ഡലമാണ്. ഈ രണ്ട് രാഷ്ട്രീയക്കാർക്കും ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വളരെയേറെ ആഗ്രഹമാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഒരു വിഷയം വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതും ഒരു സത്യമായിരുന്നു. അതുപോലെ തന്നെയാണ് ഷാഫി പറമ്പിൽ എന്ന ചെറുപ്പക്കാരനെയും വടകര മണ്ഡലം ഇനി തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയക്കാരുടെയും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കേണ്ട. ആ മണ്ഡലം ഇനി ഷാഫി പറമ്പിൽ നിന്നും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിനെ തകർത്തില്ലായിരുന്നെങ്കിൽ പാലക്കാട് മണ്ഡലം ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ലായിരുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയക്കാരെല്ലാം ഈ കളികൾ കളിച്ചത്. ആ ചെറുപ്പക്കാരനെ അധോഗതിയിലേക്ക് തള്ളിവിട്ടത്. എന്തായാലും റാപ്പർ വേടൻ തിരിച്ചു വന്നതുപോലെ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. റാപ്പർ വേടന്റെ ആരാധകർക്ക് വളരെയേറെ സന്തോഷിക്കാം. റാപ്പർ വേടൻ തിരിച്ചു വന്നിരിക്കുന്നു.